സംസാരിച്ചുകൊണ്ടിരുന്ന പറഞ്ഞ ഹോളോകോസ്റ്റ് ഭീകരതയെ ഓർത്തു ഈ കാര്യം പറഞ്ഞപ്പോൾ. ഇവരുടെ എല്ലാ കാലത്തെയും പ്രശ്നം ഇതാണ്. അതായത് എന്ത് ഇങ്ങനെയുള്ള നൃശംസം അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുക, എന്നിട്ട് അവരുടെ തലമുറ മുൻതലമുറ ഹോളോകോസ്റ്റ് അതിജീവിച്ചാണെന്ന് പറഞ്ഞ ആളുകളെ ലോകത്തിന് മുന്നിലേക്ക് ഇങ്ങനെയൊരു കാര്യം മുന്നോട്ട് വെക്കുക. അന്ന് ഒരു തലമുറ നേതാക്കൾ, ആ കാലത്തെ ഒരു ജനറേഷൻ നേതാക്കൾ വേണ്ട രീതിയിൽ ഇടപെടാത്തതുകൊണ്ടാണ് പ്രശ്നങ്ങളുണ്ടായത്. അതുകൊണ്ട് ഞങ്ങളൊന്നും 6 മില്യൺ ജ്യൂസ് 60 ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് നെവർ അഗെയിൻ, അതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഞങ്ങൾക്കെതിരെ നാളെ അവിടുന്ന് ഒരു അറ്റാക്ക് വന്നേക്കാം, അതുകൊണ്ട് നെവർ അഗെയിൻ എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ 75 വയസ്സുള്ള നെതന്യാഹു ഈ കാര്യത്തെ കൂടെ വൈകാരികമായിട്ട് മുന്നോട്ട് വെക്കുകയാണ്. ഹോളോകോസ്റ്റ് അതിജീവിച്ച നമ്മുടെ രാജ്യത്തെ വീണ്ടും ആക്രമിക്കാൻ വേണ്ടി അവർ വരുന്നു, അതുകൊണ്ട് ഞങ്ങളിത് അടിക്കാൻ പോവാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അന്ന് ഹിറ്റ്ലർ ചെയ്തത് എന്താണോ അതേക്കാൾ എത്രയോ മടങ്ങായിട്ടുള്ള ക്രൂരത നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ നെതന്യാഹുവും ഇസ്രയേലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തെമ്മാടി രാഷ്ട്രം എന്ന് പറഞ്ഞ ഉടനടി മനസ്സിലാകും. അത് ഉടനടി ലോകത്തുള്ള ആളുകൾക്ക് ആദ്യം ഏറ്റവും പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ വന്നൊരു പ്രതികരണം അതായിരിക്കുന്നത്. അങ്ങനെയാണ് ലോകം പ്രതികരിക്കേണ്ടതാണ് ഞാൻ വിചാരിക്കുന്നത്. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം. അതായത് ഇത് ഇസ്രയേൽ ഇങ്ങനെ അടിക്കുന്നത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിട്ട് കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. അതായത് ഇസ്രയേലിൻ്റെ ഈ ആക്രമണമെല്ലാം, അതിപ്പോൾ ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് നേരെയാണെങ്കിലും ഇവിടെ ശാസ്ത്രജ്ഞർക്ക് നേരെയാണെങ്കിലും ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ധൃതംഗ പുളകിതരാകുന്ന ആളുകൾ കുറേയുണ്ട്. അത് ഞങ്ങളുടെ കാര്യം, ഞങ്ങളൊരു ലോജിക്ക് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ആരെ വേണമെങ്കിലും ആക്രമിക്കാം എന്ന് വിചാരിക്കുന്ന ഈ രാജ്യം ഇങ്ങനെ ഇന്ന് അവരോടാണ് ചെയ്തതെങ്കിൽ, ഇന്ന് ഗാസയോടാണ് ചെയ്തതെങ്കിൽ നാളെ ആർക്കെതിരെയും വരാം എന്ന് ഇവിടെ ഇരുന്ന് ഈ നെതന്യാഹുവിന് മുദ്രാവാക്യം വിളിക്കുന്ന ആളുകൾ ഓർക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ.